വി ഡി സതീശൻ പറയുന്നത് ഞാൻ ഉമ്മൻചാണ്ടിയാകാനാണ് ശ്രമിക്കുന്നത്. ഈ കസേരയിലിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഭരിക്കാനും അങ്ങനെ ഒരു നേതാവാകാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഉമ്മൻചാണ്ടിയാവാനായിട്ട് സതീശന് പറ്റുമോ? സതീശൻ 7 ജന്മം ജനിച്ചാൽ ഉമ്മൻചാണ്ടിയാകാൻ പറ്റില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ജന്മസിദ്ധമായി അദ്ദേഹത്തിന് കിട്ടിയിരുന്നൊരു കഴിവാണ്. കാരണം അദ്ദേഹം എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്നും ഇരുന്നും ഒക്കെ ആയിട്ട് ആളുകളുടെ പരാതികൾ കേൾക്കാനും അതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ ഉമ്മൻചാണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ തന്നെ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകില്ലേ എന്ന് ചോദിച്ചു. അതിന് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 1000 ഫയൽ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 19 എണ്ണം തെറ്റിപ്പോകും. അത് തെറ്റിപ്പോയിക്കോട്ടെ, അപ്പോഴും 950 ശരി വരുന്നുണ്ടല്ലോ, ആ ശരി മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട്. ആ ഉമ്മൻചാണ്ടിയുടെ ശരീരഭാഷയും അതിന് യോജിക്കുന്നതായിരുന്നു. സതീശൻ്റെ ശരീരഭാഷ ഒരിക്കലും ഉമ്മൻചാണ്ടിയാകാൻ യോജിക്കുന്ന ഒന്നല്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഒരു യോഗത്തിലോ ക്ഷോഭിക്കാറില്ല. ചിലപ്പോൾ ക്ഷോഭം അഭിനയിക്കാറുണ്ട്, പക്ഷെ അപ്പോഴും ക്ഷോഭിക്കാറില്ല ഉമ്മൻചാണ്ടി. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കേട്ടിരുന്ന് അതിന് മറുപടി പറയുന്നൊരു ശീലമായിരുന്നു. പിന്നെ തനിക്ക് പ്രത്യേകിച്ച് പദവികളും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളും വേണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സരിത കേസ് വന്നപ്പോൾ പോയിട്ട് എത്ര ദിവസമാണ് ആ കമ്മീഷന് മുമ്പിൽ പോയിരുന്നത്. അതൊന്നും സതീശന് സാധ്യമല്ല. അക്കാലത്ത് സതീശൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സരിത MLA-മാരല്ല ഹരിത MLA-മാരാണ് എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരുന്ന കേരളത്തിലെ ഒരു ടീമുണ്ടായിരുന്നു. ആ ടീമിൻ്റെ നേതാവായിരുന്നു സതീശൻ ഉണ്ടായിരുന്നു, TN പ്രതാപൻ ഉണ്ടായിരുന്നു, അനിൽകുമാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കുറച്ച് പേര് അവർ സ്വയം പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഹരിത MLA-മാരാണ്, സരിത MLA-മാരല്ല എന്നാണ്. ഒരു ഗവൺമെൻറ് ഒരു ക്രൈസിസിൽ ചെല്ലുന്ന സമയത്ത് ആ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത് അതിനെ കരകയറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കാതിരുന്ന ഒരാളാണ്, അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് വി ഡി സതീശൻ. ആ സതീശൻ ഇപ്പോൾ പറയുന്നത് താൻ ഉമ്മൻചാണ്ടിയാകാൻ പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ അറിയാവുന്ന ഒരാളും വിശ്വസിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ KSUക്കാർ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി KSUക്കാരെയും കാണും. അവർ പറയുന്നത് ചെയ്തു കൊടുക്കോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്, പക്ഷെ അവരെ കണ്ടിരിക്കും. അല്ലാണ്ട് അവരോട് മുഖം തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. എത്ര തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാലും അങ്ങേരെ കാണുക എന്നൊരു രീതി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. സതീശൻ അതൊക്കെ ഞാൻ പ്രകടമായി ഉമ്മൻചാണ്ടിയും സതീശനും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിനടുത്ത് നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്നൊരു വികാരം അവിടെ തുടിച്ചു നിൽക്കുന്നതുകൊണ്ട് അവരെ സംതൃപ്തരാക്കാൻ വേണ്ടി സതീശൻ പറഞ്ഞതായിരിക്കാം. അല്ലാതെ സതീശൻ അത് മനസ്സിൽ കൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ കരുതുന്നേയില്ല. മാത്രവുമല്ല, ഈ സതീശൻ ഒരുപാട് പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആരൊക്കെയോ സതീശനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 10,000 കോടി മുടക്കി ഇവിടെ കപ്പൽശാല തുടങ്ങാൻ പോകുന്നു. ടാറ്റ കപ്പൽശാലയ്ക്ക് വേണ്ടി 10,000 കോടി മുടക്കുന്നു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുകയും മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടുന്ന മാധ്യമങ്ങളെല്ലാം അത് ഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളതൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ 500 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബോട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ്, കപ്പൽ നിർമ്മിക്കാനുള്ളതല്ല. കപ്പൽ നിർമ്മിക്കുന്ന രംഗത്തേക്ക് ഞങ്ങളില്ല എന്നുകൂടി പറയേണ്ടി വന്നു ടാറ്റയ്ക്ക്. അപ്പോൾ സതീശൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാണ്. അത് ചെയ്യാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അത് തീർക്കാൻ കഴിയുമെന്നോ ഉള്ളൊരു ഇതുണ്ടായിട്ടല്ല പറയുന്നത്. അത് സതീശനത് ദോഷം ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ദോഷം ചെയ്യില്ലായിരിക്കാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു PR ഗ്രൂപ്പിൻ്റെ പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കയറിയിട്ട് രാത്രി കറണ്ടില്ല. 9:30 ആകുമ്പോൾ കറണ്ട് പോകുന്നു, 9 മണിയാകുമ്പോൾ കറണ്ട് പോകുന്നു, 9:30-ക്ക് വരുന്നു. പവർ കട്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം ആരും അറിയുന്നില്ല, മുൻകൂട്ടി അറിയിക്കണ്ടേ. അത് കഴിഞ്ഞ് 11 മണിക്ക് കറണ്ട് പോകുന്നു. എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 11 മണിക്ക് കറണ്ട് പോകുന്നു, പിന്നെ 11:30-ക്ക് വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല.
പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് വെച്ചാൽ 2 മണിക്കൂർ പകൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, ചുമ്മാ കറണ്ടില്ല. 2 മണിക്കൂർ വിളിച്ചു ചോദിച്ചപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മാനേജ്മെൻറ്റ് ശരിയാകാഞ്ഞിട്ടാണ്. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയൊക്കെ വന്നതിന് ശേഷം ഇത് മാനേജ്മെൻറ്റാണ്. നമുക്ക് എപ്പോൾ കറണ്ട് ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കറണ്ട് മേടിക്കുകയും നമുക്ക് കൂടുതലുള്ളപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ളൊരു മാനേജ്മെൻറ്റ്. അത് ഡെയിലി നമ്മൾ ഇടപെട്ട് മാർക്കറ്റാണിത്. കറണ്ട് ഇപ്പോൾ ഒരു മാർക്കറ്റ് കമ്മോഡിറ്റിയാണ്. ആ മാർക്കറ്റ് കമ്മോഡിറ്റി നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം. അതിന് സജീവമായിട്ട് മാർക്കറ്റിൽ ഇടപെടണം. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് അത് നടത്തിക്കൊണ്ടുപോയത്. ആ ഗവൺമെൻറ് അത് നടത്തിക്കൊണ്ടുപോയപ്പോൾ നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നില്ല, ഒരു വസ്തുതയാണ്. പവർ കട്ടേ ഉണ്ടായിരുന്നില്ല. ആ പവർ കട്ടില്ലായിരുന്നത് ഒരുപാട് ഇലക്ട്രിസിറ്റി ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടല്ല. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് നന്നാക്കിയെടുത്ത്. നമുക്കിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ പോകണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർമാരും ബാക്കിയുള്ളവരൊക്കെ കൂടി മാർക്കറ്റിൽ സജീവമായിട്ട് ഇടപെട്ടിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്. ആ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല. കാരണം നമുക്കില്ല, അപ്പോൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് നമ്മളത് മേടിക്കണം. മേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് വാങ്ങിച്ച് വിൽക്കാം എന്നാണ് പറയുന്നത്. അതല്ലല്ലോ, നമുക്ക് ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ നടക്കണം. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം ഒരു പരിപാടിയും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് സംവിധാനം പ്രോജക്റ്റ് വരാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിനെയും ഒക്കെ നശിപ്പിക്കും. അതുകൊണ്ടത് പറ്റില്ല. പരിസ്ഥിതി തകർന്ന് തരിപ്പണമായി പോകും. വിട്ട് നമുക്ക് ഇതുപയോഗിച്ചുള്ളത് ഡീസൽ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ അന്തരീക്ഷം മുഴുവൻ മലിനമാക്കും. ശരി. ആറ്റമിക് പവർ ഉപയോഗിച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് റേഡിയേഷൻ എഫക്റ്റ് വരും. പിന്നെ നമ്മൾ എങ്ങനെയാണ് പിന്നെ പവർ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്നാൽ കറണ്ട് ഇല്ലാതിരിക്കാൻ പറ്റുകയില്ല. 24 hours എനിക്കും നിങ്ങൾക്കും ഒക്കെ കറണ്ട് വേണം. കാരണം നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. നമുക്കതില്ലാതെ പറ്റില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ അതിന് പറയുന്നൊരു മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ കറണ്ട് ഉപയോഗിക്കാതിരിക്കണം എന്നാണ് മന്ത്രി പറയുന്നൊരു കാര്യം. എങ്ങനെയുണ്ട്? നിങ്ങൾ കറണ്ട് ഉപയോഗിക്കാതിരിക്കണം, നിങ്ങൾ AC ഉപയോഗിക്കാതിരിക്കണം, നിങ്ങൾ രാത്രി നിങ്ങൾ ഒന്നും ഉപയോഗിക്കരുതെന്നാണ് പറയണത്. ഈ മന്ത്രിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. കാരണം ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ട് വരുന്ന കുടുംബം, ആ കുടുംബത്തിൽ അവർ മക്കളുടെ ഡ്രസ്സ് നാളെ പോകാനുള്ളതൊക്കെ യൂണിഫോം തേച്ച് കൊടുക്കുന്നതൊക്കെ രാത്രിയാണ്. അത് ചെയ്യാൻ പാടില്ലെന്നാണ് മന്ത്രി കൽപ്പിക്കുന്നത്. മന്ത്രിക്ക് അപ്പോൾ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ളൊരു വസ്തുത അവശേഷിച്ചേക്കാണ്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എവിടെ നിന്ന് വില കുറച്ച് കറണ്ട് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങിക്കുകയും നമുക്കെപ്പോൾ കൂടുതൽ വിലക്ക് വിൽക്കാൻ കഴിയുന്നു അപ്പോൾ വിൽക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ട ഒരു സംവിധാനമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെയാണ് ഇപ്പോൾ നമുക്ക് ചുമ്മാ കറണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ വോട്ട് കിട്ടി, ഞങ്ങൾക്ക് ഇത്രയും എത്ര സീറ്റാണ്? 103. ഞങ്ങൾക്ക് 103 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആ 103 സീറ്റ് കിട്ടിയ കാരണം ഞങ്ങളിത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ 103 സീറ്റ് ഇത്ര വലിയ അപകടമാണെന്ന് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും കൊല്ലത്തുമെന്നല്ല, കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടും. എല്ലാവർക്കും കിട്ടും. അത് ഒരാളെയും കാലം അതിൽ നിന്ന് മാറ്റി നിർത്തില്ല. കാരണം സതീശൻ എന്തെല്ലാമാണോ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ എണ്ണി പറയാൻ കഴിയും. അതൊക്കെ സതീശനെതിരെയും വരും. അല്ലാതെ ഉമ്മൻചാണ്ടി ആകും ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ ഉമ്മൻചാണ്ടി ആകാനും പറ്റില്ല. വെറുതെ എന്തിനാണ് ആകാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊന്നും നടക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, വാഗ്ദാനങ്ങൾ മാത്രം നൽകുക എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്
ഈ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പിന്നെ നൽകിയ വാഗ്ദാനങ്ങൾ മറന്നു പോവുക എന്നുള്ളതും സതീശൻ്റെ ഒരു ശീലമായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.